ശങ്കർ സംവിധാനം ചെയ്ത് നമ്മുടെ കമലഹാസൻ നായകനായി വരുന്ന ഇന്ത്യൻ 2 എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2 മിനിറ്റ് 38 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ വളരെയധികം എൻഗേജിംഗ് ആയിട്ടാണ് ആ ഒരു ട്രെയിലർ കട്ട്സ് എല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. സിനിമയിൽ കമലഹാസനൊപ്പം തന്നെ പ്രധാന വേഷത്തിൽ എത്താൻ പോകുന്നത് നടൻ സിദ്ധാർത്ഥ്, കാജൽ അഗർവാൾ, അതിനോടൊപ്പം തന്നെ പ്രധാന വില്ലനായി എത്താൻ പോകുന്നത് SJ സൂര്യയാണ്. നമ്മുടെ മലയാളത്തിൽ നിന്നും നടൻ നെടുമുടി വേണുവിനെ CG വർക്ക്സിലൂടെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടതിലൂടെ ഒന്നുറപ്പിക്കാം, തമിഴിൽ നിന്ന് വരാൻ പോകുന്ന ഒരു വമ്പൻ സിനിമ തന്നെയായിരിക്കും ഇന്ത്യൻ 2 എന്ന സിനിമ. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. ഈ വർഷം ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടി വിജയിച്ച സിനിമകൾ ഏതാണെന്ന് നോക്കിയേക്കാം. ആദ്യം തന്നെ നമ്മുടെ നടൻ ജയറാം നായകനായി വരികയും മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നമ്മുടെ മമ്മൂക്ക ക്യാമിയോ റോളിലെത്തിയ സിനിമയായ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയാണ്. ത്രില്ലർ സിനിമയിലെ ഒരു ഹിറ്റ് എന്ന് പറഞ്ഞാലും അടുത്തതായി നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റായി, അന്യഭാഷകളിൽ പോലും ഹിറ്റായ ഒരു സിനിമയാണ് പ്രേമലു എന്ന സിനിമ. ഗിരീഷ് ഏടിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ മലയാള ബോക്സ് ഓഫീസിൽ മാത്രമല്ല ലോകമെമ്പാടും തന്നെ ശ്രദ്ധ നേടിയ സിനിമയാണ് മഞ്ഞുമൽ. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ചിദംബരമാണ്. നമ്മുടെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ പോലും ഏകദേശം 50 കോടി രൂപയ്ക്കടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനുശേഷം ഹിറ്റടിച്ച ഒരു സിനിമയാണ് നമ്മുടെ ബ്ലസി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വന്ന ആട് ജീവിതം എന്ന സിനിമ. ഈ ഒരു സിനിമ ഏകദേശം 100 കോടിക്കടുത്ത് കളക്ഷൻ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് നേടാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രേമലു എന്ന സിനിമയുടെ ഒപ്പം തന്നെ, അതായത് ഫെബ്രുവരി മാസത്തിൽ റിലീസ് ചെയ്ത മമ്മൂക്കയുടെ ഒരു പരീക്ഷണ സിനിമയായിരുന്നു ബ്രഹ്മയുഗം. എന്ത് തന്നെ ആയാലും ഈ ഒരു സിനിമയും തിയേറ്ററുകളിൽ ഹിറ്റ് സ്റ്റാറ്റസ് തന്നെയായിരുന്നു. അതായത് തിയേറ്ററിൽ വിജയിച്ച ഒരു സിനിമ തന്നെയായിരുന്നു മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ റിലീസ് ചെയ്ത സിനിമകളായിരുന്നു വർഷങ്ങൾക്ക് ശേഷവും ആവേശവും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും ഈ രണ്ട് മലയാള സിനിമകളും കേരള ബോക്സ് ഓഫീസിൽ ഹിറ്റ് തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ ഹിറ്റായത് ആവേശം എന്ന സിനിമയാണ്. ഏകദേശം 150 കോടി രൂപയ്ക്കടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴിത് അവസാനമായി തിയേറ്ററിൽ ഹിറ്റ് അടിച്ച സിനിമയാണ് നമ്മുടെ ആസിഫ് അലിയും ബിജു മേനോനൊക്കെ പ്രധാന വേഷത്തിലെത്തുകയും ജിസ് ജോയ് സംവിധാനം ചെയ്ത ക്രൈം ത്രില്ലർ സിനിമയായ തലവൻ എന്ന സിനിമ. ഈ ഒരു സിനിമയും തിയേറ്ററുകളിൽ ഹിറ്റായിരുന്നു. അതിനോടൊപ്പം തന്നെ ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഹൈയസ്റ്റ് ഗ്രോസർ സിനിമയാണ്.